ഹലോ എവരി വൺ. സോ +1 CBSE ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു എല്ലാവരും +2 എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും +2 ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ടാവും. സോ സൈലത്തിൻ്റെ ഏറ്റവും എക്സ്ക്ലൂസീവ് ബാച്ചായ +2വിനൊപ്പം തന്നെ പഠിച്ചുകൊണ്ട് നീറ്റ് പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും യൂസ് ചെയ്യുന്ന സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ബാച്ചാണ് നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ച്. സോ സൂപ്പർ കിങ്സ് ബാച്ച് നമ്മൾ CBSE നീറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 18 മുതലാണ്. സോ മാർച്ച് 18 മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. സോ ഈ ക്ലാസ്സിൻ്റെ അക്കാഡമിക് പ്ലാൻ എന്തായിരിക്കും നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു +2വിൻ്റെ കൂടെ പഠിക്കുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ +1 ബാക്ക്ലോഗ്സ് അതേപോലെ തന്നെ +1ഉം കൂടി നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു എക്സാമാണ് നീറ്റ് എക്സാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എല്ലാത്തിനും ഈക്വലി 45 ക്വസ്റ്റ്യൻസ് വരുന്ന 720 നടക്കുന്ന ഈ എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്ത് എങ്ങനെ നമുക്ക് നീറ്റ് എക്സാം +2വിന് ശേഷം ക്രാക്ക് ചെയ്യാമെന്നായിരിക്കും നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. സോ ഈ ഒരു ബാച്ചിലേക്ക് വരുന്ന സമയത്ത് എക്സ്ക്ലൂസീവായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ അക്കാഡമിക് പ്ലാനാണ്. സോ ഓരോ മന്തിലും എങ്ങനെ ബാച്ചസ് അല്ലെങ്കിൽ എങ്ങനെ ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള വ്യക്തമായ പ്ലാനോട് കൂടിയാണ് നമ്മുടെ അക്കാഡമിക് ഷെഡ്യൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതിപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം നമ്മുടെ ക്ലാസ്സസ് ആരംഭിക്കുന്നത് മാർച്ച് 18-നാണ്. സോ മാർച്ച് ടു ഏപ്രിൽ വരുന്ന സമയത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിസിക്സിൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ്, അതേപോലെ കെമിസ്ട്രിയിൽ നിന്ന് സൊല്യൂഷൻ ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, അതേപോലെ ബോട്ടണിയിൽ നിന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതേപോലെ സുവോളജിയിൽ നിന്ന് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. സോ ആദ്യത്തെ ചാപ്റ്റേഴ്സ് അതായത് കെമിസ്ട്രി 2 ചാപ്റ്റർ നമുക്കൊരു മന്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസി ചാപ്റ്റർ ആയിരിക്കും, വലിയ ചാപ്റ്റർ ആയിരിക്കില്ല, ഇതിൽ ചെറിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും. അങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു മന്തിലേക്ക് വന്നിരിക്കുന്നത്. സോ ഈ ഫസ്റ്റ് മന്ത് അതായത് നമ്മളിപ്പോൾ മാർച്ച് ഏപ്രിൽ എന്നുള്ള മന്തിലേക്ക് ഈ ചാപ്റ്റേഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും, സാർ +2 ക്ലാസ്സുകൾക്ക് കൂടെ നമുക്കിങ്ങനെ +2 ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്, സാർ ഹൗ ടു റിവൈസ് +1 എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇതേ മന്ത് നിങ്ങൾക്ക് +1 റിവിഷൻ ക്ലാസ്സുകളും വരും. അതായത് +1ൽ നിങ്ങൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ +1ൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണമെന്നോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നും മനസ്സിലാക്കാൻ വേണ്ടി +1ലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സുകൾ ഇതേ ഓർഡറിൽ നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏപ്രിൽ മന്തിൽ നമ്മൾ ഫിസിക്സിലെ മോഷൻ ഇൻ എ എന്നുള്ള ചാപ്റ്ററും, കെമിസ്ട്രിയിലെ സം ബേസിക് കോൺസെപ്റ്റും, ബോട്ടണിയിലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും ആൻഡ് സുവോളജിയിലെ ബയോമോളിക്യൂൾസും. അതായത് ഏപ്രിലിൽ നിങ്ങൾ +2 ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ +1 ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിവൈസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാനുകൾ മുന്നോട്ടേ കൊണ്ടുപോകുന്നത്. +2വിൻ്റെ ഒപ്പം +1ഉം കൂടി റിവൈസ് ചെയ്തുകൊണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കണം, മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നുള്ള ഈ മന്തുകളിലേക്ക് വരുന്ന സമയത്ത് നവംബർ എൻഡ് ആവുന്ന സമയത്ത് ത്രൂ ഔട്ട് നമ്മുടെ +2 സിലബസും അതേപോലെ +1 സിലബസും എന്ത് ചെയ്യാണ്, ഇൻക്ലൂഡിങ് റിവിഷൻ അടക്കം നമ്മൾ എന്ത് ചെയ്യാണ്, +1ൻ്റെ കംപ്ലീറ്റ് റിവിഷൻ അടക്കം നമ്മൾ എന്ത് ചെയ്യാണ്, നവംബർ മന്ത് എൻഡ് ആവുന്ന സമയത്ത് ക്ലിയർ ചെയ്യണം. സോ നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു സൂപ്പർ കിങ്സിൻ്റെ ഈ ഒരു അക്കാഡമിക് പ്ലാൻ എന്തൊരു അടിപൊളിയാണ് നിങ്ങൾ ആലോചിക്കുക. കാരണം നവംബർ ആകുമ്പോഴേക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് മൊത്തം തീർന്നു. പിന്നെ നമുക്ക് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 5 മന്ത് ഫോർ നീറ്റ് എക്സാമിനേഷൻ. 5 മാസം വരെ നിങ്ങൾക്ക് നീറ്റ് എക്സാമിനുള്ള റിവിഷന് മൊത്തത്തിൽ പഠിക്കാനുള്ള സമയമുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ബോർഡ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്ന മാർച്ചിൽ നടക്കാൻ വേണ്ടി പോകുന്ന ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയവും നിങ്ങളിലേക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാർ നവംബറിൽ നമ്മളെ ചാപ്റ്റേഴ്സ് തീർന്നു, ഇനി എന്ത് ചെയ്യും അല്ലേ? ഇപ്പോൾ നവംബറിൽ ചാപ്റ്റേഴ്സ് തീർന്നു, ഇനി നീറ്റ് എക്സാമിന് പ്രിപ്പറേഷൻ എങ്ങനെ ആക്കും, +1 +2 എന്നുകൂടി റിവൈസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്ന ബാച്ചായിരിക്കും XPL നീറ്റ് ബാച്ച്. അതായത് നമ്മൾ റിവിഷൻ പ്ലാൻ ഫോർ സൂപ്പർ കിങ്സ്, അടുത്ത റിവിഷൻ പ്ലാൻ അതായത് നമ്മൾ നവംബറിൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ്ലി നമ്മൾ നവംബറിൽ തീർക്കുന്നു. നവംബറിൽ തീർത്ത് ഡിസംബറിൽ നിങ്ങൾക്ക് റിവിഷൻ പ്ലാൻ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിസംബർ ടു മിഡ് ഓഫ് ജാനുവരി വരെ നിങ്ങൾക്ക് XPL നീറ്റ് റിവിഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക്ലോഗ് കവർ ചെയ്യാനുള്ള ഐഡിയാസും ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ XPL നീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷൻ അറ്റൻഡ് ചെയ്യാം. നല്ല വ്യക്തമായിട്ട് എങ്ങനെ നീറ്റിന് പ്രിപ്പയർ ചെയ്യാനുള്ള റിവിഷൻ അറ്റൻഡ് ചെയ്യാം. ദെൻ ജാനുവരി മിഡ് ടു ഫെബ്രുവരി എൻഡ് വരെ നിങ്ങളെ കാത്തിരിക്കുന്നത് മാർച്ചിലുള്ള ബോർഡ് എക്സാമാണ്. സോ ഈ ഗ്യാപ്പിൽ നിങ്ങൾ പഠിക്കേണ്ടത് പ്യൂർലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബോർഡ് എക്സാമാണ്. സോ ഓൾറെഡി നമ്മൾ നവംബർ ടു മിഡ് ഓഫ് ജാനുവരി വരെ നമ്മൾ XPL പ്രോഗ്രാം, അതായത് നീറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിവിഷൻ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് മിഡ് ഓഫ് ജാനുവരി നമ്മൾ തീർക്കുകയും മിഡ് ഓഫ് ജാനുവരി ടു ഫെബ്രുവരി എൻഡ് വരെ നമ്മളെ ബോർഡ് എക്സാമുള്ള പ്രിപ്പറേഷനാണ്. അതിന് നിങ്ങൾക്ക് അഗ്നി ബാച്ചിൻ്റെ റിവിഷൻ, അഗ്നി എൻഡ് ഗെയിം എന്നുള്ള രീതിയിൽ, അതായത് അഗ്നി എൻഡ് ഗെയിം റിവിഷൻ നിങ്ങളെ ബാച്ച് ഓപ്പൺ ആക്കി തരും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഗ്നി റിവിഷൻ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് പ്യൂർലി ബോർഡ് എക്സാം ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക, പ്യൂർലി ബോർഡ് എക്സാമിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ള ബോർഡ് എക്സാം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മാസം പഠിക്കാം. ദെൻ മാർച്ചിൽ നിങ്ങൾ ത്രൂ ഔട്ട് എന്ത് ചെയ്യുകയാണ്, ബോർഡ് എക്സാം ത്രൂ ഔട്ട് ചെയ്തതാണ്. അപ്പോൾ മാർച്ചിൽ ത്രൂ ഔട്ട് ബോർഡ് എക്സാം നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു, ബോർഡ് എക്സാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്കോർ ചെയ്തു. ദെൻ ഏപ്രിലാണ് നമുക്ക് എന്ത് വരുന്നത്, അടുത്ത റിവിഷൻ പ്ലാൻ വരുന്നത്.
അടുത്ത റിവിഷൻ പ്ലാൻ എന്ന് പറയുന്നത് നീറ്റ് എൻഡ് ഗെയിം. സോ നീറ്റ് എൻഡ് ഗെയിം റിവിഷനോട് കൂടി, അതായത് ഒരു 1 മന്ത് നിങ്ങൾക്ക് മെയ് ഫസ്റ്റ് സൺഡേ ആണ് നമുക്ക് എന്തുണ്ടാവുക, മെയ് ഫസ്റ്റ് സൺഡേ ആയിരിക്കും നമുക്ക് നീറ്റ് എക്സാം ഉണ്ടാവുക. സോ ഏപ്രിലിൽ നിങ്ങൾക്ക് നീറ്റ് എൻഡ് ഗെയിം എന്നുള്ള റിവിഷൻ പ്രോഗ്രാമിലൂടെയും കൂടി നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ബാച്ചിലൂടെ നിങ്ങൾ പഠിക്കുന്ന എത്രത്തോളം ടൈംസാണ് നിങ്ങൾ ടോപ്പിക്സ് റിവൈസ് ചെയ്ത് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിനുള്ള പ്രിപ്പറേഷൻ റെഡിയാക്കുന്ന എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ് നമ്മുടെ സൂപ്പർ ഇംഗ്ലീഷ് ബാച്ച്. സോ ഈ ഒരു അക്കാഡമിക് പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർച്ച് 18-നാണ്. സോ മാർച്ച് 18-ാം തീയതി തുടങ്ങാൻ വേണ്ടി പോകുന്ന ക്ലാസ്സിന് 10% ഓഫറോട് കൂടി നിങ്ങൾക്ക് ഈ ബാച്ച് പർച്ചേസ് ചെയ്യാം മാർച്ച് 20 വരെ. മാർച്ച് 20 കൂടി ഈ ഒരു ഓഫർ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾക്ക് XNC10 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ച് പർച്ചേസ് ചെയ്യാം. 17,499 ബാച്ച് വാല്യൂ നിങ്ങൾക്ക്, ബാച്ച് പർച്ചേസ് വാല്യൂ നിങ്ങൾക്ക് 15,749 ആണ് നിങ്ങൾക്ക് 10% ഓഫറോട് കൂടി. ഇപ്പോൾ മാർച്ച് 20 വരെയാണ് ഈ ഓഫർ ഉള്ളത്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് സൈലത്തിൻ്റെ അക്കാഡമിക് പ്ലാനിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, 2027 നീറ്റ് എക്സാം ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്, ബൈ.